ബഹുമാനപ്പെട്ട ശ്രീ അനിൽകുമാർ നമ്മുടെ മർച്ചൻ്റ് ചേംബറിൻ്റെ ഓഫീസിൽ അത് വന്ന് നമ്മളെല്ലാം ഒന്ന് കാണുന്നതിന് വേണ്ടി എത്തി. വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം നേരത്തെ വർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന സമയത്ത് തന്നെ വ്യാപാര സമൂഹമായിട്ട് ചേർന്ന് ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അന്നും ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഒരു കൗൺസിൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടുത്തെ വ്യാപാര സമൂഹത്തിനും മറ്റ് പൊതുജനങ്ങൾക്കും നല്ലതായിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടതായാലും കാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഞങ്ങളന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പരാതിപ്പെട്ടിരുന്ന വിഷയങ്ങളിൽ വ്യാപാരികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അതിന് ശരിയായ രീതിയിലുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടി അദ്ദേഹം അന്ന് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് വീണ്ടും ഒരു കൗൺസിലിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അന്നത്തേനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളിപ്പോൾ നമ്മുടെ നഗരത്തിലായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിനും അതുവഴി വ്യാപാരം മെച്ചപ്പെട്ട് വ്യാപാര സമൂഹത്തിന് കൂടുതൽ ഗുണം കിട്ടുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് നൽകുന്നു. പ്രത്യേകിച്ച് വ്യാപാര സമൂഹം നേരിടുന്ന D&O ലൈസൻസുമായിട്ട് വിഷയങ്ങൾ, ഓൺലൈൻ ഇഷ്യൂസുകൾ, പാർക്കിംഗ് പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാ ഫെബ്രുവരി മാസങ്ങളിലും കോർപ്പറേഷനുമായിട്ട് വ്യാപാരികൾ തമ്മിലടിക്കുന്ന ഈ D&O ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂകളിലാണ്. അത് കോടതിയിൽ വരെ പോകേണ്ട ഗതികേട് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലെല്ലാം ഒരു പുതിയ തീരുമാനമായി അടുത്ത വർഷം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.